പലർക്കും അറിയാമെങ്കിലും എനിക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് മാധവൻ നായർ മധുവായ കഥ. എൻ്റെ ആദ്യത്തെ പടം മിന്നുമണിഞ്ഞ കാൽപ്പാടുകൾ. അത് റിലീസ് ചെയ്തത് വളരെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരുന്നു. ചിത്ര തിയേറ്ററിൽ, ഇന്ന് ചിത്ര തിയേറ്ററില്ല, ചിത്ര തിയേറ്ററിൽ മാറ്റിന് തന്നെ കാണാൻ പോയി. അന്ന് മോർണിംഗ് ഷോ ഇല്ല. അകത്ത് കയറി പടം തുടങ്ങിയപ്പോൾ ടൈറ്റിൽസ് വന്നു. പ്രേം നസീറുണ്ട്, അതിൻ്റെ താഴെ എല്ലാ ആളുകളെയും പേരുണ്ട്, എൻ്റെ പേര് മാത്രമില്ല. വലിയ നിരാശ തോന്നി. പക്ഷെ പടം മുഴുവനും കണ്ടു. ഇത് കാരണം പടം സത്യത്തിൽ ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വീട്ടിൽ വന്ന ഉടനെ അന്ന് ഇതുപോലെ ഫോൺ കൊണ്ടു നടക്കണ പതിവൊന്നുമില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് ലാൻഡ് ഫോണിൽ പരമേശ്വരൻ നായരെ വിളിച്ചു. അതെന്താണ് നിങ്ങൾ എനിക്ക് ഈ റോള് തന്നിട്ട് അഭിനയിച്ചിട്ട് ടൈറ്റിൽസിൽ എൻ്റെ പേര് വയ്ക്കാത്തത്? അപ്പോൾ പരമേശ്വരൻ നായർ പറഞ്ഞു, ശോഭന പരമേശ്വരൻ നായർ. അദ്ദേഹം പറഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ പേരുണ്ടല്ലോ, പ്രേം നസീർ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പേരാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. ഒന്നുകൂടെ വേണേൽ കണ്ടുപോകൂ, പ്രേം നസീർ കഴിഞ്ഞാൽ മധു എന്നൊരു പേരുണ്ട്. മധുവോ? ഞാനങ്ങനെ മധുവായേ? അതേ, ഈ വഞ്ചിയൂർ മാധവൻ നായരെന്ന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാധവൻ നായർ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ പി ഭാസ്കരൻ പറഞ്ഞു, ഈ മാധവൻ നായർ എന്നുള്ളൊരു പഴയ പേരുമാണ്, ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിനെ ഷോർട്ടാക്കി മധു എന്നിടാം. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ അതങ്ങ് സമ്മതിച്ചു. അവരതങ്ങ് ടൈറ്റിലിൽ കയറ്റി വിട്ടു. അങ്ങനെ അതാണ് പറ്റിയത്. ഞാൻ പറയാം, എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. എൻ്റെ അടുത്ത് പോയി എൻ്റെ പേര് മാറ്റുമ്പോൾ എൻ്റെ അടുത്ത് പറയണ്ടേ? അതേ, നിങ്ങളോട് ചോദിച്ച് സമ്മതിച്ചില്ലെങ്കിലോ പിന്നെ ആലോചിച്ച് മാറ്റാൻ സമയമൊന്നുമില്ല. പിന്നെ ഈ പേര് കേട്ടവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതെ വെച്ചു. എന്താ പറയുക, ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഏതായാലും ഞാൻ മധുവായി. ഞാൻ കുറേ അധികം പടങ്ങളിൽ അഭിനയിച്ചു. എല്ലാ പടങ്ങളും എനിക്കിഷ്ടമാണ്. പക്ഷെ അതിലും പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിബന്ധമുള്ള ചില കഥാപാത്രങ്ങൾ അഭിനയിച്ചതായിട്ട് തോന്നുന്നുണ്ട്. വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള കാര്യമല്ല, ഞാൻ കണ്ട ക്യാരക്ടേഴ്സ്, ഞാൻ മനസ്സിലാക്കിയ ക്യാരക്ടേഴ്സ്, എനിക്ക് ബന്ധമുള്ള ക്യാരക്ടേഴ്സ്, ഞാൻ വളരെ അറിയുന്ന ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ജയരാജ് ഈ കഥ പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അത് ഇയാളൊരു ആന വൈദ്യനുമൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആന വൈദ്യനൊന്നും എനിക്കറിയാൻ പാടില്ല, അതൊന്നുമില്ല, അങ്ങനെ അവിടെ ചികിത്സയൊന്നുമില്ല, ആന വൈദ്യനാണ് എന്നുള്ളതേ ഉള്ളൂ, അത് സാറിന് ചെയ്യാൻ സാധിക്കുമെന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമുള്ള കഥാപാത്രമാണ്, നോക്കാം. അപ്പോൾ അങ്ങനെ ഈ ചെന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ മുടി വെച്ചുകൊണ്ട് വെച്ച ശരിയാവില്ല. ഞാനിത് മനസ്സിൽ കണ്ടപ്പോൾ ഒരു പറ്റ മുടിയുള്ള കഴിവാനായിട്ട് തോന്നി. അപ്പോൾ അന്ന് ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് പിന്നെ അതിനെ പറ്റിയ ബിഗ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് പിന്നെ അഭിനയിച്ചത്. സത്യത്തിൽ ഈ അഭിനയിക്കുന്നതിലൊരു സുഖമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അഭിനയിക്കുമ്പോൾ ശരിക്കും സുഖിച്ച് അഭിനയിച്ച ഒരു കഥാപാത്രമാണ് കുടുംബസമയത്തിലെ ആ കാരണവരുടെ ക്യാരക്ടർ. എനിക്ക് ആ ക്യാരക്ടർ അഭിനയിക്കാൻ കിട്ടിയത് വളരെ എന്തെന്ന് പറയുന്നത് ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു ജയരാജിൻ്റെ ഇൻവിറ്റേഷൻ. അതിലെ ഓരോ സീനും ഇപ്പോൾ ഓരോ സീനായിട്ട് പ്രത്യേകിച്ച് ഓർക്കുന്നില്ല എന്ന വരിയിലും ഓരോ സീനും അഭിനയിക്കുമ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സുഖമുണ്ടല്ലോ. നാം തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന, സൃഷ്ടിച്ചെടുക്കുന്ന എന്തോ ഒരു ക്യാരക്ടറിൽ വരാൻ നേരത്തുള്ളൊരു പ്രത്യേക ആനന്ദം അത് ഞാൻ അനുഭവിച്ചിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അഭിനയിച്ചവരെല്ലാം തന്നെ വളരെ നന്നായിട്ട് അഭിനയിച്ചു. മനോജ് കെ ജയൻ, ശ്രീവിദ്യ, പിന്നെ അതിന് എല്ലാവരും ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞിട്ട് ആവശ്യമില്ല. അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ അതിൻ്റെ ടൈറ്റിൽസിൽ വരുന്ന ആ ആന പോലും നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് സത്യം. എല്ലാം കൂടി ആ പടം നന്നായിട്ട് ഓടി അതൊരു എന്നും ഓർക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ട് മാറി കുടുംബസമേതം. എൻ്റെ നല്ല ചിത്രങ്ങളുടെ പേര് പറയുമ്പോൾ പൊതുവെ തന്നെ എല്ലാവരും ചെമ്മീൻ്റെ പേര് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന സ്വയംവരത്തിൻ്റെ പേരാണ്. ശരിയാണ്, സ്വയംവരത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമാണ്.
ഗോപാലകൃഷ്ണൻ്റെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ തന്നെ ഒരു കൃതിയാണിത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാം. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ഗോപാലകൃഷ്ണനിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചെയ്യുന്ന കാര്യം നല്ലപോലെ പഠിച്ചിട്ട് എന്താണ് സ്ക്രീനിൽ തനിക്ക് കാണേണ്ടത് എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് അതുപോലെ പകർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന, അല്ലാതെ വരുന്ന വെച്ച് നോക്കിയിരിക്കുകയല്ല. ഈ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും ഗോപാലകൃഷ്ണൻ മനസ്സിൽ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അത്രയും അധികം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത്രയും ഹൃദിസ്ഥമാണ്. അത്രയും ഹൃദിസ്ഥമായൊരു കാര്യം അത് ക്യാമറയിലൂടെ കാണണം. കണ്ടിട്ട് അതിനെ ചിത്രീകരിക്കണം. അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സംവിധായകൻ. അതെല്ലാം തന്നെ ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വെറുതെ ഇല്യൂഷൻ അങ്ങനെ ഗോപാലകൃഷ്ണൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള പടങ്ങളിലധികം അഭിനയിച്ചില്ല എന്ന് വരികയിലും അതിനു മുമ്പ് അറിയപ്പെടാത്ത കുറേ കൊച്ചു കൊച്ചു പടങ്ങളുണ്ട്. ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയും അല്ലാതെ പബ്ലിക് റിലേഷൻസിന് വേണ്ടിയുമൊക്കെ എടുത്തിട്ടുള്ള പല പടങ്ങളിലും ഗോപാലകൃഷ്ണൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് നല്ലൊരു ക്ലാസ് റൂമിലിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ് ആർട്ടിസ്റ്റിന് വരിക. വലിയ തമാശയൊക്കെ ഒരിക്കൽ ഇനി വേറൊരു പടത്തിൽ അത് പുറത്തു വന്നില്ല, കാമുകിയോ എന്നാ മറ്റോ ആയിരുന്നു എൻ്റെ പേര്. ആ ഗോപാലകൃഷ്ണൻ്റെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നയാളാണ്. അതുകൊണ്ട് വളരെ സാധാരണ ചെയ്യുന്നത് പോലെ ചാടി പിടിച്ചൊന്നും അഭിനയിക്കാൻ പാടില്ല, അടക്കിയൊക്കെ അഭിനയിക്കാവൂ എന്നൊക്കെ ഒരു ചർച്ച അന്ന് പൊതുവേ ഫിലിം ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ അടൂർ ഭാസി ഉണ്ടായിരുന്നു ഈ കാമുകിയിൽ. അപ്പോൾ ഞങ്ങൾ അഭിനയിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ആ പടം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പം മദ്രാസിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ളതെന്ന് ചോദിച്ചു, ഈ പുതിയ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് എന്തുകൊണ്ട് പറയുന്നത് സ്വാധീനിച്ചു. പക്ഷേ യാതൊരു വിഷമവുമില്ല, വളരെ സുഖമാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന കുട്ടികളുടെ വന്നിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ. കാരണം അതിന് ഒരു സ്ട്രെയിനുമില്ല. നമ്മളിപ്പോൾ ഒരു തെങ്ങിൻ്റെ മൂട്ടിലിരിക്കുന്നു. തെങ്ങിൻ്റെ മൂട്ടിലിരിക്കുമ്പോൾ തേങ്ങ തലയിൽ വീഴുന്നു. തേങ്ങ തലേന്ന് വീണാൽ അയ്യോ എന്ന് വിളിച്ചു പോവില്ലേ? ഇതങ്ങനെയല്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് പടമാണെങ്കിൽ അയ്യോ 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 അങ്ങനെ വിളിക്കാവൂ. അത്രയേ ഉള്ളൂ ഈ സാധാരണ സിനിമയും ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും കൂടെ ചിരിച്ചു. അത് ഭാഷയുടെ ഒരു ഭാഷ, അത് പ്രത്യേകമാണ്. അങ്ങനെയൊന്നുമല്ല, അയ്യോ അയ്യോ എന്നൊന്നുമല്ല. മനുഷ്യൻ കരയേണ്ട സ്ഥലത്ത് മനുഷ്യൻ കരയുന്നത് പോലെ തന്നെ കരയിപ്പിക്കും ഗോപാലകൃഷ്ണൻ. അതൊരുമാതിരി കന്നാലി കരയിക്കുമ്പോൾ കരഞ്ഞാൽ സമ്മതിക്കുകയില്ല. ദാറ്റ് ഈസ് ഓൾ ദ ഡിഫറൻസ്. ഇത്രയും ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥതയും സ്നേഹവും ഭക്തിയും ബഹുമാനവും അത് ചെയ്യുന്നതിൽ എന്താണെന്ന് പറയാൻ സന്തോഷമല്ല, ഒരു ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഡയറക്ടറെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും. അന്ന് എങ്ങനെയാണോ ഓരോ സബ്ജക്റ്റും പഠിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും ഗോപാലകൃഷ്ണൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈസ് ട്രൂ ടു ദ സ്ക്രിപ്റ്റ്, ഈസ് ട്രൂ ടു ദി പിക്ചർ. ഞാൻ കൂടുതൽ പറയേണ്ട, കാരണം ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ പറയണില്ല. അദ്ദേഹം നമുക്കൊരു അഭിമാനമാണ്. മലയാള സിനിമയെ ഈ കേരളത്തിൻ്റെ 4 വരമ്പുകളിൽ നിന്നും അപ്പുറത്ത് കടലിനപ്പുറത്തേക്കും കൊണ്ടുപോയ അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ എന്തിന് സ്വയംവരത്തിൻ്റെ പേരിൽ എന്നെ ഗോപാലകൃഷ്ണൻ മോസ്കോയിൽ വരെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത് കാരണം ഈ അഭിനയിച്ചത് മാത്രമല്ല, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായി. ഗോപാലകൃഷ്ണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു. കാരണം അദ്ദേഹം കൊളത്തൂർ ഭാസ്കരൻ നായരുടെ ഫ്രണ്ടായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്നിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. അന്ന് തൊട്ടേ എനിക്ക് ഗോപാലകൃഷ്ണനെ അറിയാം, ഇന്നും അറിയാം. ഇന്നും അന്ന് സിനിമയിൽ അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് ഉണ്ടായ സ്നേഹവും പരിചയവും ബന്ധുത്വവും ഇപ്പോഴും ഉണ്ട്.
ഇപ്പോഴും ഞങ്ങൾ ഏതാണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളായി കഴിയുന്നു. അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല പടങ്ങളെടുക്കാൻ സാധിക്കുമെന്നും പല അവാർഡുകളും പല ബഹുമതികളും ലഭിക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ സംശയമൊന്നുമില്ല കാര്യത്തിൽ. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ഗോപാലകൃഷ്ണനെക്കുറിച്ച്. കാരണം ഗോപാലകൃഷ്ണനെ കേരളത്തിൽ അറിയാൻ പാടില്ലാത്ത ഒരാരാണ്.